Students, today we are moving on to the unit number 4, Articles of Association. Corporate law ile first module le fourth unit aanadu. The Memorandum of Association vare nammal discuss cheyidittundarunnu. I hope so have taken the portions. So today we are moving on to Articles of Association. Memorandum of Association എന്താണെന്ന് നമ്മൾ പഠിച്ചില്ലേ, അതേപോലെ ഇനി Articles of Association എന്താണെന്നാണ് ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾ പഠിക്കുന്നത്. Before going into that, what was Memorandum of Association? Memorandum എന്തായിരുന്നു? ഒരു ഡോക്യുമെൻ്റ് ആയിരുന്നു. എന്തൊക്കെയാണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റിഗാർഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഉള്ളത്, അതിനെപ്പറ്റി അതെല്ലാം കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിനെയാണ് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു ബേസിക് ഡോക്യുമെൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതൊരു ചാർട്ടറായിട്ട് ആക്ട് ചെയ്യും. കമ്പനിയുടെ എക്സിസ്റ്റൻസിന് കാരണമാകുന്ന എല്ലാ കാര്യങ്ങളും മെൻഷൻഡ് ആയിരിക്കുന്ന ഒന്നാണ് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ? It is the rules and regulation of a company framed for the purpose of internal management of its affairs. നമ്മുടെ കമ്പനിയുടെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഉള്ളിലുള്ള അഫെയർസിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതെല്ലാം ആക്ട് ചെയ്യുന്ന ഏത് റൂൾസ് ആൻഡ് റെഗുലേഷനെ ബേസ് ആണ്, ആ റൂൾസ് ആൻഡ് റെഗുലേഷനെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുക. സോ ദീസ് ആർ ജസ്റ്റ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ കമ്പനി ഫ്രെയിംഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇന്റേണൽ മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് ഇന്റേണൽ അഫെയർസ്. സോ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ റൈറ്റ്സ് എന്തൊക്കെ, അതൊക്കെ ആയിരിക്കും നമ്മളുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനുള്ളിൽ ഇൻക്ലൂഡഡ് ആവുന്ന കമ്പോണൻസ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾവേസ് സബോർഡിനേറ്റ് ടു ആൻഡ് കൺട്രോൾ ബൈ ദ കണ്ടൻസ് ഓഫ് ദ മെമ്മറാൻഡം. മെമ്മറാൻഡത്തിൽ എന്തൊക്കെയുണ്ടോ ആ കണ്ടൻസിൻ്റെ ഒരു സബോർഡിനേറ്റ് ആയിട്ടാണ് നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വരുന്നത്. അതിനകത്ത് എല്ലാ റൂൾസും ഉണ്ട്. കമ്പനിയുടെ എക്സിസ്റ്റൻസ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ചാർട്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പോലെ ഒരു ചാർട്ടർ പോലെയാണ് നമ്മളുടെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇസ് ജസ്റ്റ് എ സബോർഡിനേറ്റ് ടു ആൻഡ് ഇറ്റ് ഇസ് കൺട്രോൾ മെയിൻലി ബൈ ദ കണ്ടൻസ് ഓഫ് ദി മെമ്മറാൻഡം ഇറ്റ്സെൽഫ്. ഓക്കെ, so next we want to see what are the contents of an articles of association. ഈ articles of association ഉള്ളിലെ contents എന്താണെന്ന്. What are the major contents? Here it is written: share capital, rights of the shareholders, variation of the rights of the shareholders, payment of the commission, lien of shares, calls on shares, transfer of shares, transmission of shares, forfeiture of shares, conversion of share into stock, alteration of capital, general meetings and proceedings, voting rights of the members, appointment of the manager and the secretary, dividends and reserve, account audits, capitalization of profit, winding up, etc. So, in minimum we can say about 21 contents or provisions are provided in the articles. Articles-iലുള്ള ഒരു minimum number of components ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. about 21 are there. So in addition to that, in case of the private company, ഇതെല്ലാം നമ്മുടെ പ്രൈവറ്റിനും ഗവൺമെൻറ്റിനുള്ള കണ്ടൻസ് ആണ്. ഇനി എക്സ്ട്രാ ചില പ്രൈവറ്റ് കമ്പനീസിന് പബ്ലിക്കിന് ഇല്ലാത്ത കുറച്ച് കണ്ടൻസും കൂടിയുണ്ട്. ലൈക്ക് ദ റെസ്ട്രിക്ഷൻ ഓൺ ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഷെയർസ്. നമ്മുടെ പ്രൈവറ്റ് കമ്പനിക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല അല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെസ്ട്രിക്ഷൻസ്. ദെൻ ദ ലിമിറ്റ് ഇൻ ദ നമ്പർ ഓഫ് ദ മെമ്പേഴ്സ്. വി നോ ദാറ്റ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ്, ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഈസ് 200. while in public company it is unlimited. അപ്പോൾ ആ മെമ്പേഴ്സിൻ്റെ റെസ്ട്രിക്ഷൻ എത്രയാണ്? ദെൻ പ്രോഹിബിറ്റ് എനി ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഡിബഞ്ചേഴ്സോ ഷെയർസോ ഒന്നും പബ്ലിക്കിൽ ഓഫർ ചെയ്യാൻ പറ്റില്ല, IPOs ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രോഹിബിഷൻസ്, ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും കണ്ടൻസിൽ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട് ഇൻ കേസ് ഓഫ് ദ പ്രൈവറ്റ് കമ്പനി. സോ ദീസ് ആർ ദ മേജർ കമ്പോണൻസ് ഓഫ് ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മുടെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ പോലെ തന്നെ ഒരു ഡോക്യുമെൻ്റ് ആണ്. റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. എന്നാൽ ഇതിനകത്ത് ഓൾട്ടറേഷൻ ചെയ്യാവോ ചെയ്യാൻ പാടില്ലേ എന്നതാണ് ഇനിയുള്ളത്. സോ ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ്. എ കമ്പനി മേ ബൈ പേഴ്സിങ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഒരു കമ്പനിയാണെന്ന് പറയുമ്പോൾ അത് കമ്പനി ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മുടെ റെഗുലേഷൻസ് മാറ്റാവുന്നതാണ് ബൈ ദ ടൈം. So, by passing a special resolution, alterations can be made in the regulation contained in its articles any time.
Any new regulation in the article may be adopted which could be lawfully included in the original articles. നമുക്ക് lawfully include ചെയ്യാൻ പറ്റും പുതിയ ഏതെങ്കിലും regulations ഉണ്ടെങ്കിൽ we can add it to the concept. Okay. So, a copy of this resolution, നമ്മൾ just a resolution pass ചെയ്താൽ മാത്രം പോരോ പറ്റില്ല. A copy of every such special resolution altering the articles should be filed with the registrar within the 30 days of its passing. 30 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇത് പാസ്ഡ് ആവുന്ന ലോക്സഭ രാജ്യസഭയെല്ലാം പാസ്സായി അതൊരു ആക്റ്റായി അല്ലെങ്കിൽ റൂളായിട്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ അതിന് 30 ദിവസത്തിന് ശേഷം 30 ദിവസത്തിനുള്ളിലോ ആ സമയം എത്തുമ്പോഴേക്കും നമ്മൾ ആർക്ക് അയക്കണം ഇതിൻ്റെ ഒരു കോപ്പി സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കോപ്പി നമ്മുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും രജിസ്ട്രാർ ഓഫ് കമ്പനീസിലേക്ക് എത്തിച്ചിരിക്കണം. സോ ദിസ് ഈസ് അബൌട്ട് ദ ഓൾട്ടറേഷൻ ഓഫ് ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. എന്നാൽ ഈ ഓൾട്ടറേഷനിൽ കുറേ ലിമിറ്റേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. വാട്ട് ആർ ദ മേജർ ലിമിറ്റേഷൻസ് ടു ദിസ് ഓൾട്ടറേഷൻ? എവിടെയൊക്കെയാണ് നമുക്ക് ഓൾട്ടറേഷൻ ചെയ്യാൻ പറ്റാതെ വരുന്നത്? സോ ഇറ്റ് മസ്റ്റ് നോട്ട് ബി എഗെയിൻസ്റ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. ആക്ടിൽ കുറേ പ്രൊവിഷൻസ് ഉണ്ട് അല്ലേ? നമ്മുടെ കമ്പനീസ് ആക്ടിനെ പറഞ്ഞിരിക്കുന്ന പല രീതികളുണ്ട്. കമ്പനി ഇങ്ങനെയാണ്, കമ്പനി അങ്ങനെ ആയിരിക്കണം, അതിന് ഇത്ര മെമ്പേഴ്സ് വേണം, ഇങ്ങനെയുള്ള കുറച്ച് മിനിമം പ്രൊവിഷൻസ് എല്ലാം നമ്മുടെ ആക്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ മാറ്റി തിരുത്താനുള്ള രീതി നമുക്കൊരിക്കലും ഓൾട്ടറേഷൻസ് കൊണ്ടുവരാൻ പറ്റത്തില്ല. Alterations can't be against any of the provisions given in the Act. Second, it must not be inconsistent with the memorandum. Memorandum of Association പോയതിലും വിരുദ്ധമായിട്ടൊരിക്കലും നമ്മുടെ ആർട്ടിക്കിൾസിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റത്തില്ല. മെമ്മറാൻഡം നമുക്ക് ചാർട്ടറാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്തുന്ന പോലെയാണ് നമ്മളൊരു പുതിയ റൂളോ ലോയോ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരത്തില്ലേ, അങ്ങനെ ആവരുത്. അപ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് ആവരുത് വിത്ത് ദ മെമ്മറാൻഡം. ദെൻ തേർഡ്, ഇറ്റ് മസ്റ്റ് നോട്ട് സാങ്ഷൻ എനിത്തിങ് ഇല്ലീഗൽ. ഇല്ലീഗലായിട്ടുള്ള ഒന്നും സാങ്ഷൻ ചെയ്യുന്ന രീതിയിലാവരുത് നമ്മളുടെ ആർട്ടിക്കിൾസിലെ ഓൾട്ടറേഷൻ. ദ ഓൾട്ടറേഷൻ ഷുഡ് ബി ഓൾവേസ് ലീഗൽ. ഇറ്റ് ഷുഡ് നോട്ട് ബി അഗെയിൻസ്റ്റ് ദ മെമ്മറാൻഡം. ഈവൻ ദ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി ക്യാൻ ബി ഓൾട്ടേഡ്. കമ്പനിയുടെ സ്ട്രക്ചർ ഓൾട്ടർ ചെയ്താലും നമ്മൾ മെമ്മറാൻഡത്തിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ദെൻ അപ്രൂവൽ ഓഫ് ദ ട്രിബ്യൂണൽ ഫോർ കൺവേർഷൻ ഓഫ് ദി പബ്ലിക് കമ്പനി ഇൻ ടു ദ പ്രൈവറ്റ് കമ്പനി. ഇനി എപ്പോഴെങ്കിലും നമുക്കൊരു പബ്ലിക് കമ്പനീനെ പ്രൈവറ്റ് കമ്പനി ആക്കണം, അതാണ് നമ്മുടെ ഓൾട്ടറേഷൻ വേണ്ടത്. പക്ഷേ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആരിൽ നിന്ന് അപ്രൂവൽ ഉണ്ടാവണം? ട്രിബ്യൂണലിൽ നിന്ന് അപ്രൂവൽ വാങ്ങിയിരിക്കണം. സോ ദ ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് വിച്ച് ഹാസ് ദ എഫക്റ്റ് ഓഫ് കൺവേർട്ടിംഗ് എ പബ്ലിക് ഇൻ ടു പ്രൈവറ്റ് ഷാൽ have no effect unless approved by the tribunal. ട്രിബ്യൂണൽ അപ്രൂവ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതൊരിക്കലും പ്രൈവറ്റ് കമ്പനിയായിട്ട് ഒരു പബ്ലിക് കമ്പനീനെ മാറ്റാൻ പറ്റത്തില്ല. കമ്പനി എങ്ങനെയായിരിക്കണം ഒരു ട്രിബ്യൂണലിലേക്ക് എത്തിക്കേണ്ടത്? നമ്മൾ ഈ അപ്രൂവലിൻ്റെ ഒരു കോപ്പിയും പ്രിൻറ്റഡ് കോപ്പീസ്, ആർട്ടിക്കിൾസിൻ്റെ കോപ്പി, ഓൾട്ടർ ചെയ്ത ആർട്ടിക്കിൾസിൻ്റെ കോപ്പി എല്ലാം കൂടെ 15 ദിവസത്തിനകം ഇങ്ങനെ ഒരു അപ്രൂവലിന് ഓർഡർ കിട്ടിയതിന് 15 ദിവസത്തിനകം രജിസ്ട്രാറിന് കൊടുക്കണം. അപ്പോൾ രജിസ്ട്രാർ ഇത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ട്രിബ്യൂണലിൽ നിന്ന് സമ്മതമാവും. only then such a public company can be converted to a private company. That is another limitation. Another one is no increase in the liability of the members. No member can be compelled to take or subscribe for more shares or in any way increase its liability to contribute to the share capital or pay money to the company. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് തോന്നുകയാണ് ഒരാളെ കൂടുതൽ ലയബിലിറ്റി ഏൽപ്പിച്ചു കൊടുക്കാം ഓൾട്ടറേഷൻ വഴി, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫോർമേഷനിൽ നമ്മൾ ആരിലേക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടോ, എത്രത്തോളം ഷെയർ ആണോ, ദാറ്റ് ഷുഡ് ബി ഫിക്സ്ഡ്. ഇറ്റ് കാൺ ബി ചേഞ്ച്. വി കാൺ ചേഞ്ച് ദ ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ. ദെൻ ഇറ്റ് ഷുഡ് നോട്ട് കോസ് എനി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. നമ്മൾ കോൺട്രാക്ട് ലോ പഠിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ വാട്ട് ഇസ് കോൺട്രാക്ട് ആക്ട്. സോ ആ കോൺട്രാക്ട് ആക്ടിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒരു കോൺട്രാക്ട് എങ്ങനെയായിരിക്കണം, അതാരെല്ലാം പാർട്ടീസിൻ്റെ സമ്മതത്തോടെ ആയിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം, ദേ ഷുഡ് ബി ഓഫ് മെച്യൂരിറ്റി ഏജ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൊന്നും ബ്രീച്ച് നിൽക്കുന്ന രീതി, അതെങ്കിൽ അത് നിന്ന് പോകുന്ന രീതിയിൽ ഒരിക്കലും നമ്മളുടെ ആർട്ടിക്കിൾസിലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. ദെൻ ഓൾട്ടറേഷൻ ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒള്ളി. നമ്മൾ പറഞ്ഞൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഓൾട്ടറേഷൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതർവൈസ് വി കാൺ മേക്ക് എനി കൈൻഡ് ഓഫ് ഓൾട്ടറേഷൻസ്. ദെൻ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ബെനിഫിഷ്യൽ ടു ദ കമ്പനി. ഒരു ഓൾട്ടറേഷൻ കൊണ്ടുവരുന്നെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ കമ്പനിക്ക് ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ആയിട്ടോ അതിനെ സപ്രസ് ചെയ്യാനോ ഉള്ള രീതിയിലാവരുത്. ഓൾവേസ് ഇറ്റ് ഷുഡ് ബി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ കമ്പനി ഇറ്റ് സെൽഫ്. ആൻഡ് ലാസ്റ്റ്, retrospective alteration. Articles may be alterated so as to have retrospective effect. ഒരു retrospective effect ഉണ്ടാവാവുന്ന രീതിയിൽ, retrospective
എഫക്റ്റ് ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആർട്ടിക്കിൾസ് ഓൾട്ടറേഷൻസ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ലിമിറ്റേഷൻസ് ഓഫ് എ ആർട്ടിക്കിൾ. അപ്പം ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസിൽ നമ്മൾ ആർട്ടിക്കിൾസിന് ചേഞ്ച് വരുത്താം. പക്ഷേ എങ്ങനെയായിരിക്കണം, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഓൾട്ടറേഷൻസ് കൊണ്ടുവരാൻ പറ്റൂ. അതിനുവേണ്ടി നമ്മൾ രജിസ്ട്രാറിലേക്ക് അപ്രൂവലിന് കൊടുക്കണം വിത്തിൻ 30 days ഓഫ് സച്ച് കൈൻഡ് ഓഫ് അപ്രൂവൽ. സോ ഇൻ വിച്ച് ഓൾ കേസ് ഇറ്റ് ക്യാൻ ബി റെസ്ട്രിക്റ്റഡ്, എവിടെയൊക്കെ നമുക്ക് ഓൾട്ടറേഷൻസ് വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്ത്. ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ or it should not be against any of the provisions of the act. It must not be inconsistent with the memorandum. It must not sanction anything illegal. Then it should get the approval of the tribunal before making a public company a private. Then no increase in the liability of the shareholders. It should not cause any kind of breach of contract. The alteration can be made only through passing a special resolution. It should always be for the benefit of the company and it should be retrospective ഓൾട്രേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലിമിറ്റേഷൻസിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ മെമ്മറാൻഡം എന്താണെന്നോ അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണെന്ന് ഇപ്പം നിങ്ങൾക്കൊരുവിധം ഊഹായി കാണാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിഫറൻസുകളാണ് ഇനി പറയാനുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ദ നേച്ചർ ഓഫ് ദി ഡോക്യുമെൻറ്റ്സ്. ഒരു മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ്റെ ഡോക്യുമെൻറ്റും അതുപോലെ ആർട്ടിക്കിൾസിൻ്റെ ഡോക്യുമെൻറ്റും തമ്മിലുള്ള നേച്ചറിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മെമ്മറാൻഡം എന്താ, ഒരു ചാർട്ടറായിട്ട് ആക്ട് ചെയ്യും. എന്നാൽ അത് ഫുൾ ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫുൾ എക്സിസ്റ്റൻസിന് മാറ്റേഴ്സ് ഫുൾ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും മെമ്മറാൻഡം. വൈൽ ഓൺലി ദ ഇൻറ്റേർണൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം അത് റെഗുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ ഡോക്യുമെൻറ്റ് വിച്ച് റെഗുലേറ്റ് ഓൺലി ദ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. സോ ദിസ് ഈസ് അബൌട്ട് ദ നേച്ചർ ഓഫ് ദ ഡോക്യുമെൻറ്റ്സ്. പിന്നെ റിലേഷൻഷിപ്പ്. മെമ്മറാൻഡം ഡിഫൈൻസ് എ റിലേഷൻ ഓഫ് എ കമ്പനി വിത്ത് ഔട്ട്സൈഡ് വേൾഡ്. ഔട്ട്സൈഡ് വേൾഡുമായിട്ടുള്ള കാര്യങ്ങളാണ് മെമ്മറാൻഡത്തിലുള്ളത് അല്ലേ. ഔട്ട്സൈഡ് വേൾഡിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ എക്സിസ്റ്റൻസ് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെമ്മറാൻഡത്തിനെങ്കിൽ only the internal, that is the rights of the members of the company industry and also the relationship between the members with the company, ഇതെല്ലാം മാത്രമാണ് നമ്മളുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് മെമ്മറാൻഡത്തിൽ ഔട്ട്സൈഡുമായിട്ടാണെങ്കിൽ ആർട്ടിക്കിൾസിൽ ഇൻസൈഡ് മെമ്പേഴ്സുമായിട്ടാണ്. ദെൻ സ്റ്റാറ്റസ്. മെമ്മറാൻഡമാണ് നമ്മുടെ സുപ്രീം ഡോക്യുമെൻ്റ് ആയിട്ട് കാണുന്നത്. എന്നാൽ ആർട്ടിക്കിൾസ് എന്താ, ജസ്റ്റ് ഒരു സബോർഡിനേറ്റ് മാത്രമാണ്. ഒരിക്കലും മെമ്മറാൻഡത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് ഉള്ള പവർ ഇല്ല. Then about the need for filing of documents. Every company must have their own memorandum, alle? But the model articles in the company applies to company incorporate after commencement of 2013 Act and unless there is contrary provisions in the articles. അപ്പോൾ നമ്മുടെ മെമ്മറാൻഡം എന്ന് പറഞ്ഞാൽ കമ്പൽസറിയാണ് അല്ലേ, നീഡ് ഫോർ ഫയലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ആർട്ടിക്കിൾസ് വന്ന 2013 കമ്പനീസ് ആക്ട് 2030 ശേഷമാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പറയാൻ വന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് അബൌട്ട് ദ ഓൾട്ടറേഷൻ. മെമ്മറാൻഡം ഒരിക്കലും നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല, അതൊരു നമ്മുടെ ചാർട്ടറാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ. പക്ഷേ ആർട്ടിക്കിൾസ് നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ദെൻ അബൌട്ട് ദ ലീഗൽ എഫക്ട്സ്. എ കമ്പനി കനോട്ട് ഡിപ്പാർട്ട് ഫ്രം ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻ ഇൻ ദ മെമ്മറാൻഡം. ഒരു രീതിയിൽ നമുക്ക് മാറാൻ പറ്റത്തില്ല. ഇറ്റ് വുഡ് ബി അൾട്രാവറസ് ദ കമ്പനി. അൾട്രാവറസ് ആണ്, കമ്പനിയുടെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഇവിടെ ലീഗൽ എഫക്ട്സ് ഒരിക്കലും നമുക്ക് ഡിപ്പാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ anything done against the provision of the article but which is intravenous, the memorandum can be ratified. ഇപ്പം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അത്രത്തോളം ലീഗൽ എഫക്റ്റ് ഇല്ല. അതിലെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മെമ്മറാൻഡം വെച്ചിട്ട് നമുക്കതിലെ ലീഗൽ ആസ്പെക്ട്സ് കൊണ്ടുവരാൻ പറ്റും. സോ ദീസ് ആർ അബൌട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മെമ്മറാൻഡം ആൻഡ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ദ ലീഗൽ എഫക്റ്റ് ഓഫ് ദിസ് മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ്. ഈ മെമ്മറാൻഡവും ആർട്ടിക്കിൾസിൻ്റെയും ലീഗൽ എഫക്ട്സ് എന്തൊക്കെയാണ്? ലീഗൽ എഫക്ട്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലീഗലായിട്ട് മാറ്റേഴ്സ് എന്തൊക്കെ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കണമെന്ന്. സോ ദ മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് വെൻ രജിസ്റ്റേർഡ് ബൈൻഡ് എ കമ്പനി ആൻഡ് ദ മെമ്പേഴ്സ് ആസ് ഇഫ് ദേ ഹാവ് സൈൻഡ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദം. മെമ്മറാൻഡം ആർട്ടിക്കിളും ഉണ്ട് ഒരു കമ്പനിക്ക് എന്തെങ്കിൽ അതിനുള്ളിലുള്ള എല്ലാ മെമ്പേഴ്സും, എല്ലാ ആൾക്കാരും, ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും അതൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത പോലെയാണ്. Okay, so this effect of this provision is to constitute through the memorandum and articles a contract between the member and the company. ഒരു കോൺട്രാക്റ്റ് പോലെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ മെമ്പേഴ്സിന് വരുന്നത് അല്ലെങ്കിൽ കമ്പനിക്ക് മെമ്പേഴ്സിനോട് ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് ലീഗൽ റൈറ്റ്സ് ഉണ്ട് തമ്മി. അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് ഉള്ളത് മെമ്പേഴ്സ് ടു ദ കമ്പനി. വാട്ട് ആർ ദ ലീഗൽ എഫക്ട്സ് ഓഫ് മെമ്മറാൻഡം ടു ദ മെമ്പേഴ്സ് ടു ദ കമ്പനി?
So the memorandum and articles constitute a binding contract between each member and the company itself. So the effect of this is that each member is bound to the company as if it has actually signed the memorandum and articles. So ഈ മെമ്പേഴ്സ് ടു ദ കമ്പനിയിൽ പറഞ്ഞിരിക്കുന്ന ലീഗൽ എഫക്റ്റ് എന്ന് വെച്ചാൽ മെമ്മറാൻഡും ആർട്ടിക്കിൾസ് ഉള്ളൊരു കമ്പനി ആണെങ്കിൽ ഓരോ ആൾക്കാർ കമ്പനിയായിട്ടൊരു ബൈൻഡിങ് കോൺട്രാക്റ്റ് ചെയ്ത പോലെയാണ്. അതുകൊണ്ട് എല്ലാവരും സൈൻ ചെയ്തൊരു എഫക്റ്റ് തന്നെ നമ്മളുടെ ഈ ചാർട്ടറിലേക്ക് അല്ലെങ്കിൽ മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസിലേക്ക് വരുന്നുണ്ട്. അതിവിടെ ഒരു കേസ് സ്റ്റഡി പറയുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ദ കേസ് എസ് ബോർലൻഡ് ട്രസ്റ്റീസ് വേഴ്സസ് സ്റ്റീൽ ബ്രദേഴ്സ് ആൻഡ് കമ്പനി ലിമിറ്റഡ്. ഇതൊരു കേസ് സ്റ്റഡിയാണ്. ഇതിൽ ദ ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി ദാറ്റ് ഇസ് സ്റ്റീൽ ബ്രദേഴ്സ് ആൻഡ് കമ്പനി ലിമിറ്റഡ് പ്രൊവൈഡഡ് ദാറ്റ് ദ ഷെയർസ് ഓഫ് എനി മെമ്പേഴ്സ് ഹൂ ബിക്കം ബാങ്ക്രപ്റ്റ് വുഡ് ബി സോൾഡ് ടു ദ ഇൻഡിവിജ്വൽസ് അറ്റ് എ ഫിക്സഡ് പ്രൈസ് ബൈ ദി ഡയറക്ടേഴ്സ് ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ ഷെയർ അയാൾ ബാങ്ക്രപ്റ്റ് ആവുകയാണ്, അയാൾക്ക് ഒട്ടും പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ദേ ക്യാൻ സെൽ ഇറ്റ് അറ്റ് എ ഫിക്സ്ഡ് പ്രൈസ് ബൈ ദ ഡയറക്ടേഴ്സ് ഇറ്റ് സെൽഫ്. സോ ദ ബോർലൻഡ് ട്രസ്റ്റി who was holding 73 shares, ബോർലൻഡ് ട്രസ്റ്റിയുടെ 73 ഷെയർസ് ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റീൽ ബ്രദേഴ്സിൽ, became bankrupt. അവർ ബാങ്ക്രപ്റ്റ് ആയി. ആൻഡ് ഹിസ് ട്രസ്റ്റി ഇൻ ദ ബാങ്ക്രപ്സി ക്ലെയിം ദാറ്റ് ഹി ഹാസ് നോട്ട് ബൗണ്ട് ബൈ ദി ആർട്ടിക്കിൾസ് ആൻഡ് കുഡ് therefore sell those shares as he wished. അപ്പം അയാൾ ആർട്ടിക്കിൾസ് വായിച്ചിട്ടില്ല അല്ലെങ്കിൽ അയാൾ സൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അയാൾ ആ ഷെയർസ് വിൽക്കാൻ പോവാണ് എന്ന് അയാളുടെ ട്രസ്റ്റി പറഞ്ഞു. ബട്ട് ദ കോഡ് ഹെൽഡ് ദാറ്റ് ദ ട്രസ്റ്റി വാസ് ബൗണ്ട് ബൈ ദി ആർട്ടിക്കിൾസ് ആൻഡ് കുഡ് നോട്ട് ക്ലെയിം ദ ഷെയർസ് അഗെയിൻസ്റ്റ് എ കമ്പനി. പക്ഷേ ഈ ഒരു നേരത്തെ പറഞ്ഞ കാര്യം, ഇത് മെമ്മറാൻഡവും അസോസിയേഷനും ആർട്ടിക്കിൾസും ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സൈൻ ചെയ്ത എഫക്റ്റാണ്. അതുകൊണ്ട് തന്നെ ആർക്കും അത് വിൽക്കാനുള്ള അധികാരമില്ല അൺലെസ് ദ ഡയറക്ടേഴ്സിന് മാത്രമേ അത് വിൽക്കാനുള്ള റൈറ്റ് ഉള്ളൂ. ദ ട്രസ്റ്റി ഡസിൻ ഹാവ്. അപ്പോൾ ഈ ഒരു കേസിലൂടെ ഈ മെമ്പേഴ്സ് ടു ദ കമ്പനി എന്ന ലീഗൽ എഫക്റ്റാണ് എക്സ്പ്ലെയിൻഡ് ആയത്. Second one is about the company to the company. What are the legal effect of a company to the members? So, company is also bound to the members by the various provisions contained in the memorandum and articles. In the same way as members are bound. അപ്പോൾ നേരത്തെ പറഞ്ഞ മെമ്പേഴ്സ് ഓരോരുത്തർ സൈൻ ചെയ്ത പോലെയാണെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കമ്പനിക്കും അവരുടേതായ റൈറ്റ് ഉണ്ട്. സോ എവറി മെമ്പർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു സ്യൂ ദ കമ്പനി ടു പ്രിവെൻറ്റ് എനി ബ്രീച്ച് ഓഫ് ദി ആർട്ടിക്കിൾസ് വിച്ച് വുഡ് എഫക്റ്റ് ഹിസ് റൈറ്റ് ആസ് എ മെമ്പർ ഓഫ് ദ കമ്പനി. അപ്പം ഏതെങ്കിലും ഒരു ഫാക്ടർ അല്ലെങ്കിൽ അയാളുടെ ഒരു മെമ്പറിൻ്റെ റൈറ്റിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രീച്ച് ചെയ്യുന്ന രീതി എന്തെങ്കിലും രീതി നമ്മുടെ കമ്പനി മാറിയാൽ ആ കമ്പനിക്കെതിരെ സ്യൂ ചെയ്യാൻ ഒരു കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഓരോ മെമ്പേഴ്സിനും ഉണ്ട്. അതാണ് ലീഗൽ റൈറ്റ് ഓഫ് ദിസ് മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ടു ദ മെമ്പേഴ്സ്. തേർഡ് വൺ ഈസ് മെമ്പേഴ്സ് ഇൻഡസി എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് എന്ന് തന്നെ. സോ ഈച്ച് മെമ്പർ ഇസ് ബൗണ്ട് ബൈ ദ മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ഓൺ ദ ബേസിസ് ഓഫ് എൻ ഇംപ്ലൈഡ് കോൺട്രാക്ട് ടു അതർ മെമ്പേഴ്സ്. നമ്മൾ പല രീതിയിലുള്ള കോൺട്രാക്റ്റ് പഠിക്കുമ്പോൾ എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റും പറയും. ഇപ്പോൾ എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ റിട്ടേൺ അല്ലെങ്കിൽ ഓറലായിട്ട് നമ്മൾ ഉറപ്പിക്കുന്ന കോൺട്രാക്റ്റിനെയാണ്. എന്നാൽ ഒരു ആക്ടിവിറ്റി കൊണ്ട് അത് പാർട്ടിയുടെ ആക്ടിവിറ്റി കാരണം തോന്നിക്കപ്പെടുന്ന ഒരു കോൺട്രാക്റ്റിനെ നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. ഇപ്പോൾ ഈ ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മറാൻഡത്തോടെ നമുക്ക് മനസ്സിലാവുന്ന ഓരോ മെമ്പേഴ്സ് തമ്മിലും ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് വരുന്ന കൺസെപ്റ്റാണ്. ആസ് ഇറ്റ് ഈസ് എൻ ഇംപ്ലൈഡ് കോൺട്രാക്ട് ടു ദ അതർ മെമ്പേഴ്സ്. ബട്ട് സച്ച് എ റൈറ്റ് ക്യാൻ ബി എൻഫോഴ്സ് ഓൺലി ത്രൂ ദ കമ്പനി. പക്ഷേ ഒരു കമ്പനീൻ്റെ ഉള്ളിൽ കൂടെ മാത്രമേ അവർക്ക് ആ റൈറ്റ് പോസിബിൾ ആവുള്ളൂ. രണ്ട് പേരും കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ മെമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു റൈറ്റ് നമുക്ക് സ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. And the last legal effect is the company to the outsiders. That is, articles do not constitute any contract between the company and the outsider. It is because an outsider is not a party to the contract and therefore cannot sue on it. പക്ഷേ കമ്പനി പ്രൊട്ടക്റ്റഡ് ആണ് ഔട്ട്സൈഡേഴ്സിനേക്ക്. ബിക്കോസ് outsider doesn't know anything about the company and he is always an outsider and there is no contract. അപ്പോൾ ഒരിക്കലും ക്ലെയിം ചെയ്യാനോ സ്യൂ ചെയ്യാനോ ഉള്ള റൈറ്റ് ഒരു ആർക്ക് കൊടുക്കുന്നില്ല, ഒരു ഔട്ട്സൈഡറിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല.